ഹായ് മക്കൾസ്, അറക്കലാണ്. അറക്കലിന്റെ മനക്കലിലേക്ക് സ്വാഗതം. ക്രിസ്മസ് എക്സാം തൂക്കുന്ന ചോദ്യങ്ങൾ. ക്രിസ്മസ് എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞു ടോപ്പിക്കും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ്. ദേ പിടിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യം, അസ്ഥികളിൽ സുഷിരം വരുന്ന രോഗാവസ്ഥ ഏത്? അതായത് നമ്മളെ ബോൺസ് ബിക്കം പോറസ്, ബോൺസിൽ ചെറിയ ചെറിയ ഓട്ടകൾ, മൈന്യൂട്ട് പോർസ് വരുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഏതാണ് ആ കണ്ടീഷൻ? ചില ആൾക്കാർക്ക് ഇപ്പൊ തന്നെ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കുഴപ്പമില്ല, ഇനി കിട്ടാത്ത ആരും എന്ത് ചെയ്യേണ്ട, വിഷമിക്കേണ്ട. നമുക്ക് പഠിക്കാം. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അതിന്റെ ആൻസർ ലാസ്റ്റ് പറയാം. ഇനി അടുത്തത്, താഴെ കൊടുത്തവയിൽ പ്രതിരോധ കോശങ്ങൾ കാരണം ഉണ്ടാകുന്ന രോഗം ഏത്? പ്രതിരോധ കോശങ്ങൾ രോഗത്തിന് കാരണമാകും. അത്തരത്തിലുള്ള രോഗമുണ്ട്. അത് ഏതാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വിച്ച് ഈസ് ദ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഏതെന്നുള്ളതാണ് ചോദ്യം. അതിന്റെ ആൻസർ നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിൽ നമ്മുടെ ബോൺസുമായിട്ട്, എല്ലുമായിട്ട്, അസ്ഥികളുമായിട്ട്, പേശികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറെ ഡിസോർഡേഴ്സും കുറെ ഡിസീസസും ഉണ്ട്. ആ ഡിസോർഡേഴ്സും ഡിസീസസും ഒക്കെ എന്തായാലും ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉറപ്പാ. ഒന്നുകിൽ 1 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ പെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് കറക്റ്റ് മാച്ച് ആക്കിയിട്ട് 4 മാർക്കിന് വരെ ചോദിക്കാം. അപ്പൊ 4 മാർക്കുമായി ബന്ധപ്പെട്ട ഒരു അതിപ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 4 പഠിക്കണം. 4 പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. നമുക്ക് 4 പഠിക്കാം, എന്നിട്ട് ആൻസർ ചെയ്യാം. നോക്കാം. ഫസ്റ്റ് വൺ, ഓസ്റ്റിയോപൊറോസിസ്. പേരിൽ തന്നെ ഉണ്ട്, പോർസ് പൊറോസിസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഓട്ട, സുഷിരം, ചെറിയ ചെറിയ കുഞ്ഞു ഓട്ടകൾ, അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും പ്രശ്നം എന്ന് ചോദിച്ചാൽ, ബോൺസ് ഗെറ്റ് ഡാമേജ്ഡ്, ബോൺസ് ഡാമേജ് ആവും. ഡാമേജ് ആയിട്ട് എന്ത് ചെയ്യും? ബോൺസ് ബിക്കം പോറസ് ആൻഡ് വീക്ക്. ആ ബോൺസിൽ ചെറിയ ചെറിയ പോർസുകൾ, ചെറിയ ചെറിയ ഓട്ടകൾ വരും. എന്നിട്ട് ബോൺസ് എന്ത് ചെയ്യും? വീക്ക് ആവും. അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും സുഷിരങ്ങൾ വന്ന് അതിന്റെ കാഠിന്യം കുറയുകയും ചെയ്യും. സുഷിരങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിന്റെ സ്ട്രെങ്ത്, അതിന്റെ ഒരു കപ്പാസിറ്റി, അതിന്റെ ഒരു പവർ എന്ത് ചെയ്യും? മൊത്തത്തിൽ വീക്കായി മാറും. സിമ്പിൾ ലോജിക്കാണ്. ഓക്കെ, ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യത്തിന്റെ കുറവ്, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ. കാൽഷ്യമോ വിറ്റാമിനോ പ്രോട്ടീനോ ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി കുറഞ്ഞാലോ, കാൽഷ്യം കുറഞ്ഞാലോ, പ്രോട്ടീൻ കുറഞ്ഞാലോ ഒക്കെ ഒരാൾക്ക് എന്തുണ്ടാകാം? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാം. അപ്പൊ കാൽഷ്യം ഉള്ള ഫുഡൊക്കെ കഴിക്കണം, എങ്കിലേ ഓസ്റ്റിയോപൊറോസിസ് ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? യെസ്. ഇനി രണ്ടാമത്തെ രോഗം, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. പച്ച മലയാളത്തിൽ സന്ധിവാദം എന്നൊക്കെ പറയും, പക്ഷെ നമുക്ക് അത് പഠിക്കാല്ല. നമ്മൾക്ക് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഈ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മളെ സന്ധികൾ ഉണ്ടല്ലോ, ജോയിന്റിൽ ഭയങ്കരമായിട്ടുള്ള വേദന ഉണ്ടാവും. സിവിയർ പെയിൻ ആൻഡ് സ്വെല്ലിംഗ് ഇൻ ദ ജോയിന്റ്സ്. നമ്മളെ ജോയിന്റുകളിൽ, നമ്മളെ അസ്ഥികൾ തമ്മിൽ കൂടിച്ചേരുന്ന, ബോൺസുകൾ തമ്മിൽ കണ്ടുമുട്ടുന്ന കൂടിച്ചേരുന്ന ജോയിന്റിൽ എന്തുണ്ടാവും? നല്ല വേദന ഉണ്ടാവും. പിന്നെ നല്ലോണം വീങ്ങും, നല്ല വീക്കം ഉണ്ടാവും, ഒരു നീർവീക്കൊക്കെ ഉണ്ടാവും. അവിടെ തൊട്ടാൽ തന്നെ നല്ലൊരു വീക്കം ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഒരു കണ്ടീഷനാണ് എന്ത്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ആക്ച്വലി ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ മൂലമാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഉണ്ടാവുന്നത്. അവരെന്ത് ചെയ്യുന്നു? നമ്മുടെ ഇമ്മ്യൂൺ സെൽസിന്റെ ഡിസ്ട്രക്ഷൻ അല്ല, ഇമ്മ്യൂൺ സെൽസിന്റെ ഓവർ ആക്ഷൻ. ഇമ്മ്യൂൺ സെൽസ് എന്ത് ചെയ്യുന്നു? ഇമ്മ്യൂൺ സെൽസ് ഇങ്ങനെ ഓവറായിട്ട് ആക്ട് ചെയ്തിട്ട് ഡിസ്ട്രക്ഷൻ ഓഫ് കാർട്ടിലേജ് ആൻഡ് സൈനോവിയൽ മെംബ്രെയിൻ, നമ്മുടെ ബോഡിയിലുള്ള 2 ബോൺസുകളുടെ ഇടയിലുള്ള ഫ്രിക്ഷൻ കുറക്കാൻ സഹായിക്കുന്ന കാർട്ടിലേജിനെയും സൈനോവിയൽ മെംബ്രെയിനും എന്ത് ചെയ്യും? ഡിസ്ട്രക്ഷൻ ചെയ്യും. അതിനൊക്കെ തകരാറിലാക്കും, അതിനൊക്കെ നശിപ്പിക്കും. അങ്ങനെ പ്രതിരോധ കോശങ്ങൾ എന്ത് ചെയ്യുന്നു? തരുണാസ്ഥിയെയും സൈനോവിയൽ സ്ഥലത്തെയും നശിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ 2 എല്ലുകൾക്കിടയിലുള്ള ഫ്രിക്ഷൻ എന്താ കുറക്കാൻ ആരെങ്കിലും ഉണ്ടാവോ? ആരുണ്ടാവില്ല. കാരണം ഫ്രിക്ഷൻ കുറക്കുന്ന ആളാണ് ആര്? സൈനോവിയൽ മെംബ്രെയിനും തരുണാസ്ഥിയും. ഈ സൈനോവിയൽ മെംബ്രെയിനും തരുണാസ്ഥിക്കും എന്ത് സംഭവിച്ചു? നാശം സംഭവിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു ഭാഗത്ത് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതാണ് എന്ത്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. പിന്നെ സിമ്പിളാണ്. മൂന്നാമത്തേത്, പേശീക്ഷയം അഥവാ മസ്കുലാർ ഡിസ്ട്രോഫി. പേരിൽ തന്നെ ഉണ്ട് പേശീക്ഷയം എന്ന് വെച്ചാൽ പേശികൾ ക്ഷയിക്കുക. മസ്കുലാർ ഡിസ്ട്രോഫി എന്ന് വെച്ചാൽ മസിൽസ് മൊത്തത്തിൽ എന്ത് ചെയ്യുക? താറുമാറാവുക. അത് തന്നെയാണ് അതിന്റെ പ്രശ്നം. മസിൽസ് ബിക്കം വീക്ക്. മസിൽസ് അല്ലെങ്കിൽ പേശികൾ വളരെയധികം ദുർബലമാകും. ഇതെങ്ങനെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, പ്രധാനമായിട്ടും ജീനുകളിൽ ഉണ്ടാകുന്ന മാറ്റം മൂലമാണ് ഉണ്ടാകുന്നത്. മെയിൻ റീസൺ ഈസ് ദ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ ജീൻസ്. നമ്മുടെ ജീനിൽ വരുന്ന ചെറിയ ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ കാരണമാണ് എന്തുണ്ടാകുന്നത്? മസ്കുലാർ ഡിസ്ട്രോഫി ഉണ്ടാകുന്നത്. ഓക്കെ അല്ലേ? അതും ഓർത്ത് വെക്കുക. ഇനി ലാസ്റ്റ് വൺ, സ്പ്രെയിൻ ആണ്. ഉളുക്ക്. ഓക്കെ, ഉളുക്ക് എങ്ങനെ സംഭവിക്കുന്നു? ഇപ്പോൾ ഉളുക്ക് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എൻ്റെ കാലുളുക്കി, കൈയുളുക്കി. ഫുട്ബോളൊക്കെ കളിക്കുമ്പോഴോ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇങ്ങനെ ബോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കൈ ഉളുക്കും. അങ്ങനെ സ്പ്രെയിൻ ഒക്കെ സംഭവിക്കാറുണ്ട്. ഈ സ്പ്രെയിൻ ആക്ച്വലി എന്താണെന്ന് ചോദിച്ചാൽ, സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെന്റ്സ്. നമ്മളെ ലിഗമെന്റുകൾ സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക ചെയ്യാണ്. അതായത് ലിഗമെന്റുകൾ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന കണ്ടീഷനാണ് എന്ത്? ഉളുക്ക്. നമ്മൾ ഫുട്ബോളൊക്കെ കളിക്കുമ്പോൾ കാലൊക്കെ ഉളുക്കി കഴിഞ്ഞാൽ ഇനി കാലുളുക്കി എന്ന് പറയരുത്. എന്താ പറയേണ്ടത്?
എൻ്റെ ലിഗമെന്റ് വലിയുകയോ പൊട്ടുകയോ ചെയ്തു, എൻ്റെ ലിഗമെന്റ്സിന് സ്ട്രെച്ചിങ്ങോ ബ്രേക്കിങ്ങോ സംഭവിച്ചു, അങ്ങനെ പറയണം. നമ്മൾ സ്റ്റാൻഡേർഡ് ആൾക്കാരാ, നമ്മൾ ബയോളജി സ്റ്റുഡൻറ്റാ. അപ്പൊ നമ്മൾ എന്ത് പറയണം? എൻ്റെ ലിഗമെന്റിന് സ്ട്രെച്ചിങ്ങോ ബ്രേക്കിങ്ങോ സംഭവിച്ചു എന്ന് വെച്ചാൽ എന്താണ്? ഉളുക്ക് അല്ലെങ്കിൽ സ്പ്രെയിൻ സംഭവിച്ചു. നിങ്ങൾക്ക് ഒരു പക്ഷേ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഉളുക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്തൊക്കെ പ്രശ്നം എന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി. കാൽ ഉളുക്കി കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടാവില്ലേ? യെസ്. അപ്പൊ വേദന, അവിടെ വീങ്ങും, അപ്പൊ നീർവീക്കം, പിന്നെ അവിടെ ഒരു ചതവ് ഉണ്ടാവും, അപ്പൊ ചതവ്, പിന്നെ ആ ഭാഗം ചലിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. സന്ധി ചലിപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, പെയിൻ ഉണ്ടാവും, സ്വെല്ലിങ്, അവിടെ നല്ലോണം വീങ്ങും, പിന്നെ ബ്രൂയിസസ് മീൻസ് ചതവ് ഉണ്ടാകും, ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ മൂവിങ് ദാറ്റ് ജോയിന്റ്സ്, ആ ജോയിന്റ് മൂവ് ചെയ്യിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാവും. സിമ്പിൾ ലോജിക്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് തിങ്ക് ചെയ്താൽ മതി, സാധനം കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറയും? ഇപ്പൊ നമ്മൾ പഠിച്ചല്ലോ. ഓക്കെ, ഹാപ്പി ആയി, പഠിച്ചു, ഗുഡ്. ഇനി നമുക്ക് ഇതിന്റെ ആൻസർ വെറുതെ ഒന്ന് കമന്റ് ചെയ്യാം. നോക്കൂ സുഹൃത്തുക്കളെ, അസ്ഥികളിൽ സുഷിരം വരുന്ന രോഗാവസ്ഥ. പോർസ് വരുന്നത് ഓസ്റ്റിയോപൊറോസിസ്. പേരിൽ തന്നെ ഉണ്ട്, പോർസ് ഓസ്റ്റിയോപൊറോസിസ്. ഓക്കെ, അപ്പോൾ ആൻസർ എന്താണ്? ഓസ്റ്റിയോപൊറോസിസ്. ഓസ്റ്റിയോപൊറോസിസ്, സിമ്പിൾ, അത് കിട്ടി. എന്തൊരു സുഖം, എന്തൊരു സുഖം. ഓസ്റ്റിയോപൊറോസിസ്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാ, താഴെ കൊടുത്തവയിൽ പ്രതിരോധ കോശങ്ങൾ കാരണം ഉണ്ടാകുന്ന രോഗം വിച്ച് ഈസ് ദ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഏതാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? ഇമ്മ്യൂണിറ്റി കാരണം ഉണ്ടാകുന്ന രോഗം ഏതാണ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. സന്ധിവാദം എന്ന് മലയാളത്തിൽ പറയാം, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. സോ ദ ആൻസർ ഈസ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. അങ്ങനെയെങ്കിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തരാം, ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തരാം. ഈ ലിഗമെന്റ്സ് ഇല്ലേ, ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുക ചെയ്യുന്ന അവസ്ഥ, ലിഗമെന്റ്സ് സ്ട്രെച്ചിങ്ങോ ബ്രേക്കിങ്ങോ ചെയ്യുന്ന അവസ്ഥ, ആ കണ്ടീഷനെ വിളിക്കുന്ന പേരെന്ത്? ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ലിഗമെന്റുകളിൽ വലിയുകയോ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥയെ നമ്മളൊരു പേര് വിളിക്കും. എന്താണ് ഇത്? ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. പിന്നെ നമ്മളെ ബാച്ചിൽ ആരെങ്കിലും അഡ്മിഷൻ എടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. കാരണം ഇപ്പോൾ 2000 രൂപയേ ഉള്ളൂ. 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വർഷത്തെ മൊത്തത്തിലുള്ള എല്ലാ ക്ലാസ്സുകളും അടിപൊളിയായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ സീ യു സൂൺ. ഇത് നിങ്ങളുടെ സ്വന്തം മറക്കൽ. ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.